നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയ മറ്റൊരു എപ്പിസോഡിലേക്ക്. നമ്മൾ ആദ്യം പോകാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് 3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രവചിച്ച ഒരു വാർത്തയാണ്. ഏത്? ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ്. വൈറൽ ചായയുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വാർത്തയാണിത്. ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ള ഫ്രഷ് റിപ്പോർട്ട് നമ്മൾ പുറത്തു വന്നപ്പോൾ ആളുകൾ സത്യം പറഞ്ഞാൽ 2 അഭിപ്രായമാണ് ഉണ്ടായത്. എങ്ങനെയാണ് മലേഷ്യയിൽ വെച്ച് നടക്കുന്നത്? ജനനായകൻ പോലൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് നടക്കില്ല. കാരണം അതൊരു വിജയ് സിനിമയാണ്, വിജയുടെ അവസാനത്തെ സിനിമയാണ്. അത് ചെന്നൈയിൽ, തമിഴ്നാട്ടിലെ നടക്കൂ, വിജയുടെ മക്കളുടെ മുന്നിൽ വെച്ച് നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ദളപതി 69 എന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് അങ്ങ് മലേഷ്യ വെച്ച് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അത് എന്തുകൊണ്ട് മലേഷ്യയിൽ? കാരണങ്ങൾ പലതാണ് എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. ആ ചർച്ചകൾ പലവിധമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കരൂർ ദുരന്തമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ വിജയെ കാണാൻ വേണ്ടി, ഒത്തുകൂടാൻ വേണ്ടി പല ആളുകൾ വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാകാം. ഒരു സ്റ്റാമ്പെറ്റിലേക്കൊക്കെ കഴിഞ്ഞ തവണ മാറിയതുപോലെ 41 മരണങ്ങളാണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. 41 ജീവനുകളാണ് പൊലിഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വിജയ് നേരെ പോയി മലേഷ്യയിൽ വെച്ചൊരു ഓഡിയോ ലോഞ്ച് നടത്താനുള്ള പരിപാടികളാണോ എന്നുള്ളതൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ കരൂർ ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലേഷ്യയിൽ വെച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള ചെറിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ദളപതി 69 അഥവാ ജനനായകനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? പലരും പറയുന്നത് ഇത് ബാലയ്യയുടെ സിനിമയായ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മാമിതയുടെ കഴുത്തിലുള്ള മാല, അതൊക്കെ പ്രത്യേകിച്ച് ശ്രീലീലയുടെ കഴുത്തിലും അതേ മാല കണ്ടതായി പലരും പറയുന്നുണ്ട്. അത് ബാലയ്യയുടെ പടത്തിലെ അതേ മാല തന്നെയല്ലേ ഈ മാല, ഇതിങ്ങനെയല്ലേ വരണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഭഗവന്ത് കേസരിയുടെ റീമേക്കാണോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ഭഗവന്ത് കേസരിയായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധമുണ്ട് ഇല്ല എന്നുള്ളത് വൈറൽ ചായയിൽ നിന്നുകൊണ്ട് ഹരി കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പറയുകയാണ് പ്രേക്ഷകരെ. അതെന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നമുക്ക് നിൽക്കാം. അപ്പോൾ അതുള്ളത് കൊണ്ട് ഇനി എങ്ങനെയാണ് വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഭഗവന്ത് കേസരിയുടെ റീമേക്കിൽ ദളപതി വിജയ് അഭിനയിക്കുന്നു. എന്തിനാണ് ഒരു റീമേക്ക് പടം എടുത്ത് അവസാനത്തെ സിനിമയാക്കുന്നതെന്നൊക്കെ വിമർശകർ പറയും. പക്ഷേ അങ്ങനെ ഒരു കാര്യമാക്കുന്നില്ല. ആ സിനിമയുമായിട്ട് വിജയ് എന്തായാലും മുന്നോട്ട് പോകാനുള്ള പശ്ചാത്തലത്തിലും കൂടിയാണ് നിൽക്കുന്നത്. ഓൺ ദ നോട്ട് അതും കൂടി പറയുമ്പോൾ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിജയ് ആരാധകർ വളരെയധികം വിഷമത്തിൽ തന്നെയാവും. തർക്കമൊന്നുമില്ലേ? ഇല്ല. കാരണം മാസ്റ്റർ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. മാസ്റ്റർ കോവിഡ് വരുന്ന സമയത്ത് നിൽക്കുമ്പോഴേക്കും ഒരു ചെറിയ ഹോളിലാണ് ആ ഓഡിയോ ലോഞ്ച് പരിപാടി തന്നെ നടത്തിയത്. ബീസ്റ്റിനാവട്ടെ ഓഡിയോ ലോഞ്ച് പരിപാടിയേ ഉണ്ടായിരുന്നില്ല. വിജയ് നെൽസനും കൂടി ചേർന്നൊരു ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം, വളരെയധികം വൈറലായി കോടികൾ യൂട്യൂബ് വ്യൂ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവും കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഓഡിയോ ലോഞ്ചുകൾ, ലിയോയുടെ ഓഡിയോ ലോഞ്ച് അതിഗംഭീര ഓഡിയോ ലോഞ്ച് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടുകളാണ്, ഉറപ്പിക്കാൻ കഴിയില്ല. അതും ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസം KVN പ്രൊഡക്ഷൻസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് മലേഷ്യയിലാണ്. ബുക്കിറ്റ് ജലീൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്, കോലാലംപൂരിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് 85,500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ സ്റ്റേഡിയത്തിൽ ഉള്ളത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേഡിയമാണിത്. ഏഷ്യയിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ 15ാമത്തെ സ്റ്റേഡിയവുമാണ് ഈ ബുക്കിറ്റ് ജലീൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. കോലാലംപൂരിൽ നടക്കുന്ന ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏകദേശം 85,500ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് ഓർക്കുക. ഏകദേശം 1 ലക്ഷത്തിൽ പരം ആളുകൾക്ക് അതിനകത്ത് ഇരിക്കാം. അതിനകത്ത് എന്താ വരാൻ പോകുന്നത്? മലേഷ്യയിലെ വിജയ ആരാധകരായിക്കോട്ടെ, ലോകമെമ്പാടുമുള്ള വിജയ ആരാധകർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഓഡിയോ ലോഞ്ച് മാറാൻ പോവുകയാണ് എന്നുള്ളത്. അതായത് ഇൻ്റർനാഷണൽ പരിപാടിയാണ്. ലോക്കൽ പരിപാടിയോ നാഷണൽ പരിപാടിയോ ഉള്ളതല്ല, ഇൻ്റർനാഷണൽ സെറ്റപ്പിലാണ്. വിജയ്ക്കൊരു ഫെയർവെൽ പാർട്ടി എന്ന പോലെയാണ് ഓഡിയോ ലോഞ്ച് അവർ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. KVN പ്രൊഡക്ഷൻസ് എച്ച് വിനോദുമായി സഹകരിച്ചുകൊണ്ട് ഒരു ബ്രഹ്മാണ്ഡ ഫീസ്റ്റാണ് ഈ മനുഷ്യന് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഓഡിയോ ലോഞ്ചിൽ പോലും അവർ പറഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിജയുടെ അവസാന ചിത്രമാണ്, അവസാനത്തെ ഓഡിയോ ലോഞ്ചാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിൽ ഇനി എന്ത് വിധി വന്നാലും ശരി, വിജയ് ഇനി അഭിനയിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലാണ് പ്രേക്ഷകരും ജനങ്ങളും. വിജയ് അവസാനമായിട്ട് കാണുക, വിജയുടെ അവസാനത്തെ ഓഡിയോ ലോഞ്ച് കാണുക, വിജയുടെ അവസാനത്തെ ചിത്രം കാണുക. അങ്ങനെ ഈ അവസാനം എന്നുള്ള ഇമോഷണൽ പരിപാടി ജനങ്ങൾക്കിടയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഈ അനൗൺസ്മെൻറ്റ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. എന്തുമാത്രം ഇമോഷണലായിട്ടാണ് പ്രേക്ഷകർ, ജനങ്ങൾ ആ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ഈ ഒരു ഓഡിയോ ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസംബർ 27-ാം തീയതിയാണ് ഈ ഓഡിയോ ലോഞ്ച് പരിപാടി നടക്കുന്നത്. അതായത് ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഓഡിയോ ലോഞ്ച് പരിപാടി. ഇനി
എന്തൊക്കെയായിരിക്കും ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന മാസ്മരിക പരിപാടികളെന്ന് നമുക്ക് നോക്കാം. അനിരുദ്ധിൻ്റെ തന്നെയാണ് മ്യൂസിക് ഈ പടത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിരുദ്ധ് തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർ ഓഫ് ദി ഷോ എന്നതും നമുക്ക് മനസ്സിലാക്കാം. പൂജ ഹെഗ്ഡെ, മമിത ബൈജു അങ്ങനെയുള്ള സ്റ്റാർ കാസ്റ്റുകൾ, വമ്പൻ സ്റ്റാർ കാസ്റ്റുകളൊക്കെ ജനനായകനിൽ ഒരുക്കുന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ദളപതി വിജയ്ക്ക് ഒരു വലിയ ഫെയർവെൽ പരിപാടി നടത്താൻ പോവുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മലേഷ്യയിൽ അരങ്ങേറാൻ പോകുന്നത് വമ്പൻ പരിപാടികളുടെ തുടക്കം മാത്രമാണ് ഓഡിയോ ലോഞ്ച് എന്നതും കൂടി വ്യക്തമാക്കട്ടെ. ജനുവരി 9 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ ബ്രഹ്മാണ്ഡ ഇവൻ്റ് തന്നെ ഓഡിയോ ലോഞ്ചിന് പുറമെയായിട്ട് ഈ അണിയറ പ്രവർത്തകർ ഒരുക്കി വെക്കാൻ സാധ്യതയുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളെ പുച്ഛിച്ചവരൊക്കെ എവിടെ എന്നുള്ളതാണ്. നമ്മൾ മലേഷ്യയിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ പുച്ഛിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമല്ല അസത്യമാണ്, എന്തിനാണ് ഇങ്ങനെ വ്യാജ വാർത്തകൾ പറയുന്നത് എന്ന് പറഞ്ഞ ആ പ്രേക്ഷകരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാണ്. എന്തായാലും മലേഷ്യയിൽ വെച്ച് തന്നെ ഇത് വരുമെന്ന് ഔദ്യോഗികമായി അറിയിച്ച സ്ഥിതിക്ക് ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ് ആ ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ ആരൊക്കെയാണ്, അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും ഒരു വലിയ ഗസ്റ്റ് വരാൻ പോവുകയാണ്. അതായത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഈ ഇവൻറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതും നിങ്ങൾക്ക് എതിർക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് എതിർക്കാം. ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരാൻ പോകുന്നത്. അതാരാണോ എന്നതാണോ എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തത നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആ ചടങ്ങിലുണ്ടാകും. പല പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ ഒരു മെഗാ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വ്യക്തി ആ ചടങ്ങിൽ ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൽ ഏറ്റവും ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിജയ് ആരാധകർ ഈ ഓഡിയോ ലോഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യവും കൂടിയാണ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള വിജയുടെ ഒരു ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെയാകും മാറ്റിമറിയുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലിയോ പോലൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് പോലും അവിടെ DMKയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും പരോക്ഷമായി വിമർശിച്ച വിജയ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പാസെട്ട് ആ ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ മാറി, വിജയ് രാഷ്ട്രീയക്കാരനായി. വിജയ് സ്റ്റാലിനെതിരെയും മോദിക്കെതിരെയും ഒക്കെ ശക്തമായ ഭാഷയിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ലിയോയിലൊന്നും പേരെടുത്ത് പറയാതിരിക്കുന്ന ഒരു വിജയാണെങ്കിൽ ഇത്തവണത്തെ ഓഡിയോ ലോഞ്ചിൽ ഉറപ്പായും ഇവരുടെ പേരുകൾ മെൻഷൻ ചെയ്തിരിക്കും. അത് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഓഡിയോ ലോഞ്ച് വിജയ്ക്ക് ഒരു വേദിയോ ഫംഗ്ഷനോ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എംഫസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാക്കി എല്ലാ കൊല്ലങ്ങളും വിജയ് അത് മാറ്റാറുണ്ട്. അത് തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നുമല്ല, വർഷങ്ങളായി. എൻ്റെ ഓഡിയോ ലോഞ്ച് വേദിയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയങ്ങൾ വിജയ് കൃത്യമായി അക്കമിട്ട് എണ്ണി പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരെ, അതുകൊണ്ട് ഇത്തവണത്തെ ഓഡിയോ ലോഞ്ചിലും അതിൽ നിന്നും മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടികളെയും പേരുകളെയും വ്യക്തമാക്കി എണ്ണി പറഞ്ഞുകൊണ്ട് വിജയ് എന്ന രാഷ്ട്രീയക്കാരനെയും കൂടെ ഉള്ള കുപ്പായമണിയിലായിരിക്കും ജനനായകന്റെ ഓഡിയോ ലോഞ്ചിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം 2026 തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇതേ ദളപതി വിജയ് തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കെ 2026 റിലീസാകാൻ പോകുന്ന ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഉറപ്പായും വിജയ് രാഷ്ട്രീയം സംസാരിച്ചിരിക്കും. കാരണം ജനനായകൻ പോലും രാഷ്ട്രീയപരമായി വിജയ്ക്ക് എങ്ങനെയാണോ ഈ സിനിമയ്ക്കൊരു ഗ്രീസ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് മാറുക എന്നത് തന്നെയാണ് ഈ ഓഡിയോ ലോഞ്ചും ഈ സിനിമയും ഉദ്ദേശം വെക്കുന്നത്. വിജയുടെ പൊളിറ്റിക്സ് പോലും ജനനായകനിൽ സംസാരിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓഡിയോ ലോഞ്ചിൽ കൃത്യമായി വിജയ്ക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അക്കമിട്ടുകൊണ്ട് വിജയ് സംസാരിച്ചിരിക്കും. പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക് എത്രമാർക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. മലേഷ്യയിലാണ് ആ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം പല വിജയ് ആരാധകരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, പാസുകൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും സംസാരിക്കപ്പെടാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ സിനിമയിൽ തന്നെ എണ്ണി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇത്രയും വലിയ ബ്രഹ്മാണ്ഡ പരിപാടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു മെഗാ ഇവൻ്റായി ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.